guys, welcome back to my channel Master of CS. അപ്പോൾ guys നമ്മളും കാര്യങ്ങളൊക്കെ ഇന്ന് ഗ്രാനി ചാപ്റ്റർ 2 എസ്കേപ്പ് ആവാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ് നമ്മളും കാര്യങ്ങളൊക്കെ ഈസിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രാൻഡ് ബീറ്റാണ് കളിക്കുന്നത്. ഓക്കെ നമ്മൾ ഗ്രാൻഡ് ബേ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പം വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഡേ 1 കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ ഗൈസ്, ഡേ 1 കാര്യങ്ങളൊക്കെയാണ്. എന്താ സംഭവിക്കുന്നത് എനിക്ക് ഒരു വീഡിയോ ഇല്ല. ഓക്കെ, നമ്മൾ കഥയും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മളപ്പോൾ നേരെ മണ്ടയ്ക്കോട്ട് പോവുകയാണ്. അത് രണ്ടാമത്തെ ആളെ ചെല്ലുമ്പോൾ ഗ്രാൻഡ് ബേ കാണാൻ കഴിയുമെന്നാണ് എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം പറഞ്ഞത്. പക്ഷെ ഇവിടെ ഗ്രാൻഡ് ബേയും കാര്യങ്ങളും ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ സ്റ്റണ്ടൻ പ്രവേശിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ മണ്ടയ്ക്കോട്ട് പോയി. മിക്കവാറും ഈ റൂമിൽ സ്റ്റൺ എന്നാണ് ഞാൻ ഓരോ വീഡിയോയിലൊക്കെ പോയി നോക്കിയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വെപ്പൺ കീയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വെപ്പൺ കീ കൊണ്ട് ഒരു ഉപകാരമുണ്ട്. നമുക്ക് താഴത്തെ ഒരു അറയിൽ ഗൈസ് ഹെലികോപ്റ്റർ വാനുകൾ. കിളവാ കിളവാ എവിടെ പോയി കിടക്കുവാ? കിളവാ ഇങ്ങനെ എവിടെ കാണുന്നില്ല. അപ്പൊ ഞാൻ കൊന്നിട്ട് ബാക്കി പണി നോക്കാം. അപ്പോൾ ഗായ്സ് എൻ്റെ അനിയനും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അവരാണ് കണ്ടു പേടിച്ച് അണ്ണാക്ക് വെച്ചത്. ചെറുക്കൻ പേടിച്ചിട്ട് ഉമ്മായും വിളിച്ചോണ്ട് ഉമ്മാടി തൊട്ട് പോവുകയാണ്. ഇനി കളവനോടാൻ എനിക്കൊരു ഉദ്ദേശമുണ്ട്. ചത്താടവാ കാര്യങ്ങളൊക്കെ ചത്തുപോയിട്ടുണ്ട്. നമ്മളപ്പോൾ ഹെലികോപ്റ്റർ മാനുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വേണ്ട പ്രിപ്പയർഡ് സ്റ്റൺഗൺ കിട്ടി. സ്റ്റൺഗണും കിട്ടി. നമുക്ക് സെക്യൂരിറ്റി റൂം തുറന്നിട്ടേക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബോട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് ഫ്യൂസ് ആണോ എന്തുവാ? ആ ഗ്ലാസ് ഫ്യൂസ് കിട്ടി. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് കാര്യങ്ങളും ചെയ്യാം. ഗായ്സ് എൻ്റെ അനിയൻ ഇവിടെ കൊണ്ട് ബോട്ട് എസ്കേപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഗായ്സ് ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗായ്സ് എൻ്റെ അനിയൻ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിലും കാര്യങ്ങളും നമ്മൾ ഡോർ എസ്കേപ്പും അതുപോലെ തന്നെ ബോട്ട് എസ്കേപ്പൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തുവാ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം.
അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി കിളവനെ ഒന്നുകൂടെ കൊല്ലണം. അങ്ങനെ എഴുന്നേറ്റ് കിളവായി ഇങ്ങനെ കൊണ്ട് വല്ലാത്ത കഷ്ടമാണ്. ഇങ്ങനെയാണെങ്കിൽ വരുത്തൊന്നുമില്ല. താഴോട്ടിറങ്ങിക്കുന്ന ചിലപ്പോൾ അപ്പം കയറി വരുമ്പോൾ കൊണ്ടുപോയി അടിയും കിട്ടും, അടിയൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടങ്ങിയിരിക്കുന്നത്. കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനാണെങ്കിൽ വരുന്നില്ല. ഇങ്ങനെ കാണുന്നില്ല. ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഹെലികോപ്റ്ററൊക്കെ ഡക്ട് ടേപ്പ് ഇത് രണ്ടും കൂടെ വേണം. ഇത് കിട്ടാനാണ് ഒരു തുരുപ്പിനെ കൊണ്ടു. അതിന് മണ്ടൊക്കെ ഈ ഫ്രഞ്ച് എടുത്താണ്. കറക്കണം. ഹെലികോപ്റ്റർ അടിപ്പറ്റ ഹെലികോപ്റ്റർ ട്രെയിൻ ഞങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. രണ്ട് ആമോയി എടുത്തിട്ട് സിനിമയെ കൊണ്ട്
പണിയും കാര്യങ്ങളൊക്കെ തീർക്കാം. 2-3 വിച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുനോക്കാം. ജീവിച്ച പണി തീർക്കണമല്ലോ. അഥവാ പണി കിട്ടിയാൽ എന്തേലും ഡേറ്റ് വേണം. രണ്ട് വിച്ചർ എവിടാന്ന് എനിക്കറിയാം. പിന്നെ ഗ്ലാസ് പീസൊക്കെ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റാണ്. രണ്ടാമത്തെ പീസ് ഓഫ് പിക്ചറും വെച്ച് ഒരു പീസ് ഓഫ് പിക്ചറോടെ ബാക്കിയുണ്ട്. അതെവിടാന്ന് ചോദിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും അറിയാവുന്നൊരു സ്ഥലത്താണ്. ഷോപ്പിൽ എടുക്കാൻ കാരണമുണ്ട്. എങ്ങാണം കളവൻ അതെന്തുവായിരുന്നു ഗായ്സ്? കളവൻ ചത്തില്ല. അതെങ്ങനെ? 2 വെടിയും വെച്ച് ഗായ്സ്. എന്തോ ഗായ്സ് അതിൻ്റെ ഇടയ്ക്ക് പരസ്യമോ? ഓക്കെ ഗായ്സ്, നിങ്ങളാണ് പറയേണ്ടത് ഈ ഗെയിം ഗായ്സ്. ഇവിടെ വേറൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നുകൊണ്ടാണ് ഞാനിത് കളിക്കാത്തത്. ഗായ്സ് എനിക്ക് പനിയാണ്. ഗായ്സ് പറയണേ, എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയണേ. ഡേ 3 കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ വന്നിട്ട് ഇത് എവിടാന്ന് എനിക്കറിയാം. അതുകൊണ്ട് വെച്ച് നമുക്ക് ഗ്ലാസ് പീസ് വെച്ച് ഷോട്ട്ഗൺ വെച്ചാൽ കുറച്ച് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം അപ്പം ആലോചിക്കും. അത് ഇനി 2 ഡേയോടെ എൻ്റെ മുന്നിലുണ്ട്. ഒരു പീസ് ഓഫ് പിക്ചറോടെ വെച്ചാൽ എന്തുവാണ് ഗായ്സ് ഈ കളയാണെങ്കിൽ പെട്ടെന്ന് ICU എന്ന് പറഞ്ഞ ഒറ്റടി അടിക്കുന്നു ഗായ്സ്. ഗായ്സ് 4th ഡേ ആണ് ഗായ്സ്. ഇനി ഒറ്റ ദിവസം കൂടെ ഉണ്ട് ഗായ്സ്. നമുക്കപ്പോൾ ഇത് എസ്കേപ്പ് ആവാൻ പറ്റുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലേ വല്ല അത്ഭുതം സംഭവിക്കും. പൊട്ടിച്ച് വെച്ചാൽ
ഹെലികോപ്റ്ററിനടുത്ത് പിന്നെ ഡക്ട് ടേപ്പ്, ഗ്യാസിലിങ്ങാണ്, ഹെലികോപ്റ്റർ ഇത്ര സാധനങ്ങളാണ് ഹെലികോപ്റ്ററിൻ്റെ രണ്ട് ക്ലാസ്മേറ്റ്സ്. അതുകൊണ്ട് ഷോട്ട് ഗണ്ണുമാണ് ഗൈസ്. ഡക്ട് ടേപ്പും ഗ്യാസിലിങ്ങാണ് ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. ഇച്ചിരി പണികളുടെ ഗ്യാസിലിങ്ങാനും ഒരു സാധനമാണ് വേണം. അവരാണ് ഹെലികോപ്റ്റർ ചെയ്യാൻ പോവാണ്. പോവാണെന്നല്ല ചെയ്യാൻ പോവും. ചെയ്യിക്കുന്നു നീ ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. എല്ലാം മണ്ടൊക്കെയുണ്ട്. ഡക്ടേപ്പം പൊട്ടിക്കുക, ഹെലികോപ്റ്റർ എടുക്കുക, ഗ്യാസിൽ നിറയ്ക്കുക. ഇത്ര ഉള്ളു പണി. escape ആവാൻ പോവാണ് ഗൈസ്. ഓക്കെ രണ്ട് സ്റ്റെപ്പാണ് അല്ല 3 സ്റ്റെപ്പാണ്. ബട്ട് ഞാൻ ഗൈസ് ഈ കളി നമ്മൾ ജയിക്കുന്നതാണ്. സ്റ്റാർട്ട് ചെയ്തത് പഠിപ്പിക്കാൻ
ഓക്കെ ഗായ്സ്, നമ്മളപ്പോൾ ഫൈനലി ഹെലികോപ്റ്റർ എസ്കേപ്പ് ആവാൻ പോകുന്നു. ഈ ഹെലികോപ്റ്റർക്ക് പെട്ടെന്ന് പാടാ. ഹലോ ഗായ്സ്, അപ്പം നമ്മളപ്പോൾ അവസാന നിമിഷങ്ങളാണ് നമ്മുടെ ഗ്രാൻഡ് പാട്ടുള്ള ബൈ ബൈ പറയാൻ പോവുകയാണ്. യെസ് ഗായ്സ്, നമുക്ക് ഹെലികോപ്റ്റർ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഹെലികോപ്റ്ററിനടുത്ത് എത്തി, കയറി. യെസ്, എസ്കേപ്പ് ഗായ്സ്, എസ്കേപ്പ്. അച്ചോടാ പാവം കളവൻ ഗായ്സ്, നമ്മളെ നോക്കിപ്പോൾ വരും ഗായ്സ്. ഗായ്സ്, നമ്മളിപ്പോൾ എസ്കേപ്പായി ഗായ്സ്. അടുത്ത വീഡിയോ നമ്മൾ ഏത് എസ്കേപ്പാണ് ചെയ്യുന്നതെന്ന് പറയണം. ബോട്ട് എസ്കേപ്പാണോ അതോ ഡോർ എസ്കേപ്പാണോ എന്ന് പറയണം. ഞാൻ ഏതാണെന്ന് വെച്ചാൽ കമ്പനി പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗായ്സ്, അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ